2025 ബിടെക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന കുറേയധികം കുട്ടികളുണ്ട്. അപ്പോൾ 2025 നിങ്ങൾ ഈ ബിടെക് കഴിയുന്ന സമയത്ത് നിങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയെ കൂടി തന്നെ ഞാനും കടന്നു പോയതുകൊണ്ട് തന്നെ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു കരിയർ ആഫ്റ്റർ ബിടെക് അല്ലെങ്കിൽ ചൂസ് യുവർ കരിയർ വൈസ്ലി എന്നുള്ള രീതിയിൽ നമ്മളൊരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ ഇലക്ട്രിക്കൽ, സിവിൽ, മറ്റു ബ്രാഞ്ചസിലെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ആദ്യമേ പറയാണ്. അതായത് നിങ്ങൾ 12th ശേഷം നിങ്ങൾ ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കാൻ ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പല ആളുകളെടുത്ത് നിങ്ങൾ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ ബിടെക്കിലേക്ക് എത്തി. അങ്ങനെ ബിടെക്കിനൊക്കെ എത്തിയ ശേഷം ഇപ്പം ബിടെക് മെക്കാനിക്കലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പറയാണ്. ഇപ്പം നിങ്ങൾ ബിടെക് മെക്കാനിക്കൽ എന്ന് പറയുന്നത് 4 വർഷം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ കുറച്ച് ആളുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ കുറെ അധികം ആളുകൾക്ക് തന്നെ ഈ ഒരു പ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. അവിടെയാണ് നിങ്ങൾ സ്റ്റക്കായി പോകുന്ന ഒരു പോയിന്റ്. അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സ്റ്റക്കായി പോകുന്ന ഒരു പോയിന്റ് ആണത്. കാരണം ആ ഒരു പോയിന്റിന് ശേഷം നെക്സ്റ്റ് എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള സംശയങ്ങളാണ്, കൺഫ്യൂഷൻസ് ആണ് അല്ലേ. നമ്മൾ എന്ത് മേഖല ചൂസ് ചെയ്യണം, ഇനി വീണ്ടും ഫർദർ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പഠിക്കണോ, അങ്ങനെ പഠിക്കുകയാണെങ്കിൽ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബിന് വേണ്ടി തയ്യാറെടുക്കണോ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോബിന് വേണ്ടി തയ്യാറെടുക്കണോ, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ പുറത്തു പോകണം, അങ്ങനെ ഒരേപോലെ അതായത് ഒരുപാട് സംശയങ്ങളാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്, കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കുറച്ചെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാൻ, അതായത് വൈസ്ലി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറേ അധികം കരിയർ ഓപ്ഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തും. ഇന്ന ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെടുത്ത് പറയില്ല. ബിക്കോസ് അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, അതായത് ഇനി മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടായിരിക്കരുത് നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾ സെറ്റ് ചെയ്യണത്. ഇനി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ബിടെക് മെക്കാനിക്കൽ ആയതുകൊണ്ട് ബിടെക്കുമായി ബന്ധപ്പെട്ട ഫീൽഡ് മാത്രമേ ചൂസ് ചെയ്യാവൂ എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ട് തോന്നുന്നത് എന്താണോ അതിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇനി ഞാൻ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാണ്. അതായത് നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ആ ഒരു കരിയർ എന്ന് പറയുന്നത് സാലറി മാത്രമായിരിക്കരുത് നിങ്ങളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. ഞാനത് പറയാനൊരു കാരണം എന്ന് പറയുന്നത്, ഇനിയുള്ള കാലം മുഴുവൻ നമ്മളൊരു പക്ഷേ ആ ജോലി തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ ജോലി നമുക്ക് അതിനോടൊരു എന്താ പറയുക, ഒരു പാഷൻ നമുക്ക് അതിനോട് ഉണ്ടാവണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ആ ജോലി ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് ബോറടിക്കില്ല. അപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യയുടെ പ്രിയപ്പെട്ട ഒരു ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറെ നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എപ്പോഴെങ്കിലും ബാറ്റ് ചെയ്യുന്ന സമയത്ത് ബോറടിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ലയണൽ മെസ്സിയെ നമ്മൾ നോക്കുക. ലയണൽ മെസ്സിക്ക് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബോറടി തോന്നിയിട്ടുണ്ടാവോ? ഒരിക്കലും ഇല്ല. കാരണം അത് അവർ ആസ്വദിച്ച് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. അതേസമയം ഒരുപക്ഷെ നമ്മൾ ഇഷ്ടമില്ലാത്തൊരു ജോലി നമുക്ക് ചെയ്യേണ്ടി വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും എന്തല്ല, പിന്നീടുള്ള കാലഘട്ടത്തിൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനും നമ്മൾ എന്താ പറയുക, നമ്മളൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കരിയർ ആയിരിക്കില്ല നമുക്ക് പിന്നീട് ഉണ്ടാവുക എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറേ അധികം കരിയറുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതെങ്കിലും ചില സ്റ്റുഡൻസിനെങ്കിലും ചില കരിയർസ് പെട്ടെന്ന് ഞാൻ പറയുന്ന സമയത്ത് സ്ട്രൈക്ക് ചെയ്തിട്ട് ഈ മേഖലയിലേക്ക് ഒന്ന് പോയി നോക്കാം, ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, എങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവരിലേക്കെല്ലാം ഈ വീഡിയോ എത്തണം. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പാസ്സായിട്ടുള്ള ആളുകൾക്കും അതേപോലെ കരിയർ എന്താണെന്ന് ചൂസ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള ആളുകൾക്കും ഒരു ചെറിയ ഒരു സ്പാർക്ക് ഈ ഒരു വീഡിയോയുടെ ലഭിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബിടെക് കഴിഞ്ഞതിന് ശേഷം, ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കോർ മെക്കാനിക്കൽ ഫീൽഡാണ്. അതായത് നിങ്ങളിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ കോർ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുക എന്നുള്ള ആഗ്രഹമായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടാവുക. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബിടെക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബിടെക്കിൽ അതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുക, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിസൈൻ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. അതേപോലെ പ്രൊഡക്ഷൻ എഞ്ചിനീയർ, അത് മാനുഫാക്ചറിങ്, ക്വാളിറ്റി കൺട്രോൾ, ലേൺ സിക്സ് ഒക്കെ ഉണ്ട്. അതേപോലെ മെയിൻ്റനൻസ് എഞ്ചിനീയർ ഉണ്ട്. അതേപോലെ തന്നെ തെർമൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ HVAC, റെഫ്രിജറേഷൻ, എനർജി സിസ്റ്റം ഒക്കെ അതിൽ വരുന്നതാണ്. അതേപോലെ ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ, ഓട്ടോമൊബൈൽ ഡിസൈൻ, R&D, നിങ്ങൾക്കറിയാം വലിയ വലിയ എന്താണ്
ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ജയൻസ് ആയിട്ടുള്ള കമ്പനികളുണ്ട് അല്ലേ, ബെൻസ്, അതേപോലെ തന്നെ എന്താ പറയുക മെഴ്സിഡസ് ബെൻസ്, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കമ്പനികൾ സുസൂക്കി ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓട്ടോമേറ്റീവ് എഞ്ചിനീയർ ആയിട്ട് നിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ഫീൽഡാണ് റോബോട്ടിക്സ് ആൻഡ് മെക്കാട്രോണിക്സ് എഞ്ചിനീയർ. അതിൽ ഓട്ടോമേഷൻ, കൺട്രോൾ സിസ്റ്റം ഒക്കെ അതിൽ വരുന്നുണ്ട്. ഇതെല്ലാം കോർ ആയിട്ടുള്ള ഫീൽഡാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡിസൈൻ എഞ്ചിനീയർ ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആയിക്കോട്ടെ, മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിക്കോട്ടെ, തെർമൽ എഞ്ചിനീയർ ആയിക്കോട്ടെ. തെർമൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഒരു എവർഗ്രീൻ ഫീൽഡാന്ന് വേണമെങ്കിൽ പറയട്ടോ. വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ, ഇതും ഒരു എവർഗ്രീൻ ഫീൽഡ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് മെക്കാനിക്കൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നുണ്ടാവുക ബോയ്സ് ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വണ്ടിനോട് ഒരു ക്രൈസ് ഉണ്ടാവില്ലേ. സോ അതിൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് ഡെഫിനറ്റ്ലി അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെ ആയിരിക്കും. അതേപോലെ റോബോട്ടിക്സ് ആൻഡ് മെക്കാട്രോണിക്സ്, ഇത് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ പ്ലസ് ഇലക്ട്രോണിക്സിന്റെ ഒരു മിക്സ് ആണ് ഇതിൽ വരുന്നത്. നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ജോബാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ടുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മേഖല എന്ന് പറയുന്നത് അതിവേഗം, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ വളരുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ റോബോട്ടിക്സും മെക്കാട്രോണിക്സും ഒക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖല, ഇതെല്ലാം കോർ മെക്കാനിക്കൽ ആയിട്ടുള്ള ഏരിയകളാണ്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാ മേഖലകളും എനിക്കൊരു പക്ഷേ ഈ ഒരു വീഡിയോയിൽ എല്ലാ മേഖലയും ഞാൻ ടച്ച് ചെയ്ത് പോവുക എന്നുള്ളതല്ല, പ്രധാനപ്പെട്ട കുറച്ച് മേഖലകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളെ കൊണ്ട് കഴിയാതെ നിങ്ങൾക്ക് എന്താ പറയുക അറിയാവുന്ന അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ കോർ മെക്കാനിക്കൽ ജോബ് ഇത് മാത്രം നല്ലത്, നിങ്ങൾക്ക് ഇതേപോലുള്ള ഐഡിയാസുകൾ നിങ്ങൾ ഈ ഒരു കമന്റുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് യൂസ് ചെയ്യാൻ നല്ല നല്ല കമന്റ്സുകൾ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് വെക്കുകയും ചെയ്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് എമേർജിംഗ് ഫീൽഡുകൾ നോക്കാൻ പോവുകയാണ്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പലപ്പോഴും ചോദിക്കാറുണ്ട് നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് കൂടുതൽ സാധ്യതകളുള്ള ഏതൊക്കെ മേഖലകളാണ് ഈ ഒരു മെക്കാനിക്കൽ കഴിഞ്ഞാൽ ലഭിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ റോബോട്ടിക്സും മെക്കാട്രോണിക്സും ഒക്കെ അതിൽ വരുന്നതാണ്. അതേപോലെ ഞാൻ ചില മേഖലകൾ സ്പെസിഫിക്കലി പറയാണ്. ഒന്ന് ഇലക്ട്രിക് വെഹിക്കിൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലിയ ഗ്രോത്ത് ആണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒരു കടന്നുവരവ്, അത് BYD ആയിക്കോട്ടെ, അതേപോലെ തന്നെ ടെസ്ല ആയിക്കോട്ടെ, ടാറ്റ മോട്ടോഴ്സ് ആയിക്കോട്ടെ, സുസൂക്കി ആയിക്കോട്ടെ, ഹ്യുണ്ടായി ആയിക്കോട്ടെ, ഇവരെല്ലാവരും എന്ത് ചെയ്യാണ്, ഒരു ട്രാൻസിഷൻ സ്റ്റേജിലേക്കാണ്. അവരെല്ലാം എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രിയിലും അതുപോലെ ബാറ്ററി ടെക്നോളജിയൊക്കെ അത്യാവശ്യം നല്ല എമേർജിംഗ് ആയിട്ടുള്ള ഫീൽഡാണ്. ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതേപോലെ റിന്യൂവബിൾ എനർജി, അപ്പോൾ അതിൽ സോളാർ, വിൻഡ്, ഹൈഡ്രോ പവർ സ്റ്റേഷനുകളിലൊക്കെ നല്ല തൊഴിൽ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിന്റെ ഒക്കെ ആ ഒരു ലഭ്യത കുറവ് ഇത്തരത്തിലുള്ള റിന്യൂവബിൾ എനർജി സോഴ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓവർകം ചെയ്യാൻ പോകുന്നത്. സോ അവിടെയും നല്ല സാധ്യതയുണ്ട്. ദെൻ അഡിറ്റീവ് മാനുഫാക്ചറിങ്, 3D പ്രിന്റിംഗ് ഒക്കെ എന്താ പറയുക, എവർഗ്രീൻ ആയിട്ട് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ മാനുഫാക്ചറിങ്. ഓക്കെ, ഇപ്പൊ മാനുഫാക്ചറിങ്ങിൽ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കടന്നുവരവ് വരാൻ പോവുകയാണ്. സോ അതൊക്കെ എമേർജിംഗ് ആയിട്ടുള്ള ഫീൽഡാണ്. ഇവിടെ ഞാനിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്താണ്, എമേർജിംഗ് ആയിട്ടുള്ള ഫീൽഡുകളാണ്. അതായത് ഡെഫിനറ്റ്ലി ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫീൽഡ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ വീഡിയോയുടെ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കരിയർ. അതായത് എല്ലാവർക്കും അറിയാം ഈ IT സെക്ടർ എന്ന് പറയുന്നത്, ഈ IT ആൻഡ് സോഫ്റ്റ്വെയർ സെക്ടർ എന്ന് പറയുന്നത് അത് ശരിക്കും മെക്കാനിക്കലിന് മാത്രമായിട്ടുള്ള എന്താ പറയുക, കമ്പ്യൂട്ടർ സയൻസിന് മാത്രമായിട്ടുള്ള ഒരു ഏരിയ അല്ല. അവിടെയും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അവസരങ്ങളുണ്ട്. CAD, CAM, അതേപോലെ CAE എഞ്ചിനീയേഴ്സ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് സിമുലേഷൻ എഞ്ചിനീയർ, ഡേറ്റ അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ് വിത്ത് പൈത്തോൺ ആൻഡ് SQL സ്കിൽസ്, PLM പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് കൺസൾട്ടന്റ്, ഇതെല്ലാം IT സെക്ടറിലുള്ള ജോബ് ജോബുകളാണ്. ഇത് കൂടാതെ നോർമലി ഉള്ള IT സെക്ടർ ജോബുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകാം, അതായത് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം എന്നുള്ള കാര്യം ഞാനിവിടെ പറയാണ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ കോർ സബ്ജക്റ്റുകൾ തന്നെ അല്ലെങ്കിൽ കോർ ജോബ് തന്നെ ചെയ്യണം നല്ല നിർബന്ധം. നിങ്ങൾക്ക് മറ്റു പല ഓപ്ഷൻസുകളും വന്നിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. സോ അത്തരത്തിലുള്ള കുറച്ച് ഫീൽഡുകളാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തത്. ഇനി അടുത്തത്, ഇതൊന്നും വേണ്ട, എനിക്കൊരു ഗവൺമെന്റ് സെക്ടറിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറിൽ ഒരു ജോബ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എനിക്ക് ഈ പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കരിയറിൽ ഒരു ഗവൺമെന്റ് ജോബിന് മറ്റു ജോബുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സേഫ്റ്റി, അതായത് നമ്മുടെ സെക്യൂരിറ്റിയാണ്. അതായത് നമ്മുടെ ലൈഫ് സെറ്റിൽഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രൈവറ്റ് സെക്ടർ ജോബ് അങ്ങനെയല്ല. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നോക്കുമ്പോൾ നല്ല സാലറി പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാവുക, പക്ഷേ ഗവൺമെന്റിൽ അത്ര സാലറി ഒന്നും
ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഗവൺമെന്റിൽ എന്താണ് നമ്മൾ എന്താ പറയുക, ഇപ്പൊ മനസ്സമാധാനമായിട്ട് ജീവിക്കാമെന്നൊക്കെ നമുക്ക് പറയാൻ പോലെ നമ്മുടെ ജോലി സെക്യൂരിറ്റിയെ കുറിച്ച് നമ്മൾ കൺസേൺ ആവേണ്ട കാര്യമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അപ്പൊ അതിൽ തന്നെ പബ്ലിക് സെക്ടറിൽ ഒരുപാട് കമ്പനികൾ ഉണ്ട് കേട്ടോ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ PSUകൾ എന്നാ പറയാ, PSUകൾ എന്നാണ് പറയാം. ഈ PSUയിൽ നോക്കുകയാണെങ്കിൽ IOCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്, ദെൻ NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, സെയിൽ, DRDO, ഇത് ഡിഫൻസ് ആണ്, ISROയിലൊക്കെ ISROയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. അപ്പം ഇതിൽ കൂടുതലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മേഖലകളിലേക്കൊക്കെ ജോലിക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഗേറ്റ് എക്സാം ആണ്, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഗേറ്റ് എക്സാമിലൂടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത്തരം ജോബ് കിട്ടുക. അതേപോലെ തന്നെ എക്സാംസുകളും ഉണ്ട് കേട്ടോ. ഇവർക്കിപ്പോൾ എക്സാംസുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് മുമ്പൊക്കെ ത്രൂ ഗേറ്റ് മാത്രമാണെങ്കിൽ ഇപ്പോൾ എക്സാംസിലൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെലക്ഷൻ ത്രൂ ഗേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കൂടുതൽ പോസ്റ്റുകളും വരുന്നത്. പിന്നെ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്. ഓക്കെ, ഡിഫൻസിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എയറോസ്പേസിലുണ്ട്, ഇന്ത്യൻ ആർമിയിലുണ്ട്. ഓക്കെ, അതിൽ ടെക്നിക്കൽ എൻട്രി സ്കീം വഴി നിങ്ങൾക്ക് കയറാവുന്നതാണ് ഇന്ത്യൻ ആർമിയിൽ കേട്ടോ. ഇന്ത്യൻ ആർമിയിൽ, ഇനി ഇന്ത്യൻ നേവിയിലാണെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിലാണെങ്കിലും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലൂടെ നിങ്ങൾക്ക് കയറാം. അതുപോലെ റെയിൽവേയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ തുടങ്ങിയ ഒട്ടനേകം പോസ്റ്റുകൾ റെയിൽവേയിൽ വരുന്നുണ്ട്. ദെൻ അതിൽ നോക്കുകയാണെങ്കിൽ RRB JE, RRB SSC, പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉണ്ട് കേട്ടോ, SSC ഉണ്ട്. അതേപോലെ PSCയുടെ പല പോസ്റ്റുകൾ, ഇപ്പം നമ്മൾ കേരള PSC നോക്കുകയാണെങ്കിൽ PSCയിൽ ഒരുപാട് പോസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടി വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒട്ടനേകം അവസരങ്ങൾ ഗവൺമെന്റ് ജോബിലുണ്ട്. സോ ഗവൺമെന്റ് ജോബാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം എക്സാംസുകളും ജോലികളുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അതല്ല, ഇനിയും നമുക്ക് പഠിക്കണം എന്നാണ് ആഗ്രഹം. അതായത് നിങ്ങൾ BTech 4 വർഷം കൊണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വീണ്ടും ഹയർ സ്റ്റഡീസിനാണ് പോവേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന് പറ്റിയ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ MTech ഓർ MS എന്ത് ചെയ്യാം, മെക്കാനിക്കൽ ഓർ എയറോസ്പേസ് ഓർ എനർജി എഞ്ചിനീയറിംഗിൽ ചെയ്യാം. അതേപോലെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBA ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ MBA തന്നെ നിങ്ങൾക്ക് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത് ഈ ഓപ്പറേഷൻസ്, സപ്ലൈ ചെയിൻ, ടെക്നോളജി മാനേജ്മെന്റിലൊക്കെ നിങ്ങൾക്ക് MBA ചെയ്യാവുന്നതാണ്. പിന്നെ റീസെർച്ച് കരിയർ ആണെങ്കിൽ PhD ചെയ്യുകയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് സയന്റിസ്റ്റ് ഇൻ DRDO, ISRO, CSIR ലാബ്സിലൊക്കെ നിങ്ങൾക്ക് എത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഹയർ സ്റ്റഡീസിലേക്ക് പോവുകയാണെങ്കിൽ ഇതെല്ലാമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇനി നമ്മൾ അതർ കരിയർ പാത്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊന്നാണ് എന്റർപ്രീനർഷിപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുക, അല്ലേ, സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുക. സ്റ്റാർട്ടപ്സ് ഇൻ മാനുഫാക്ചറിങ്, EV, റോബോട്ടിക്സ്, അതെല്ലാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതർ എന്ന് പറയുന്ന ഇതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയ കമ്പനിയാണ്. IITians ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ഏതർ എന്ന് പറയുന്നത്. സോ ഇതുപോലെ സ്റ്റാർട്ടപ്പുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ടെക്നിക്കൽ കൺസൾട്ടൻസികളും പ്രൊജക്ട് മാനേജ്മെന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്, HAL, BEL, DRDO തുടങ്ങിയവയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. സോ ഇങ്ങനെ ഒട്ടനേകം കരിയർ പാത്തുകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. സോ ഇതിൽ ഞാൻ ഈ പറഞ്ഞ ജോബുകളിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ്, ഇതെങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മൈൻഡിലേക്ക് സ്റ്റക്കായി കിടക്കുന്ന ഒരു 3 കരിയർ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഞാൻ കുറച്ചധികം കരിയർ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കരിയർ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ബുക്കിലും എഴുതി വെക്കുക. എന്നിട്ട് ഈ 3 കരിയർ ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റഡി ചെയ്യുക. അതായത് ഈ 3 കരിയർ ഓപ്ഷൻസുകൾ ഞാനിപ്പോൾ പറഞ്ഞു, കുറേ ഓപ്ഷൻസ് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത 3 എണ്ണം, ഈ 3 എണ്ണത്തിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് ആ 3 ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം നിങ്ങളെ മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത്, അത് പ്രാക്ടിക്കൽ സൈഡ് മാത്രം നോക്കിയാൽ പോരാ, അത് പ്രാക്ടിക്കൽ ആണോ നോക്കണം. അതേപോലെ തന്നെ അത് എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തുള്ള ഒരു സാലറി നൽകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതേപോലെ നിങ്ങൾക്ക് ആ ജോബ് ഒരിക്കലും എന്താവരുത്, ഒരു ബേർഡൻ ആയിട്ട് മാറരുത്. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കരിയർ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പരമാവധി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് സെഷനിൽ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ അവസരങ്ങൾ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.